ട്രംപ് അല്ലെങ്കിലും അങ്ങനെയാണ്. ട്രംപിനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ട്രംപ് അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇപ്പോഴിതാ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ ട്രംപ് കണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ദിവസമായി കണ്ടിട്ട് ആക്ച്വലി അങ്ങനെ കണ്ടപ്പോൾ കേരളത്തിലുള്ള ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെല്ലാം കോരിത്തരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കാരണം ഷീ ജിങ് പിങ്ങിൻ്റെ അടുത്ത് ട്രംപ് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും, വലിയ താരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇവർ വിചാരിച്ചത്. അപ്പോൾ ഷീ ജിങ് പിങ്ങിന് കൈ കൊടുത്ത് ട്രംപ് ഒന്ന് തോളിൽ തട്ടി മടങ്ങി. ഷീ ജിങ് പിങ്ങുമായിട്ടുള്ള തൻ്റെ സമീപകാല കൂടിക്കാഴ്ചയുടെ അനുഭവം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പങ്കുവച്ചപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കൂ. ഷീ ജിങ് പിങ്ങിനൊപ്പം വന്ന സംഘത്തിലെ അംഗങ്ങൾ എന്നെ കണ്ടപ്പോൾ വളരെയധികം ഭയന്നിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭയപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണുമ്പോൾ അത്രയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഷീ ജിങ് പിങ്ങിൻ്റെ മാതൃകയിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ആഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വേറൊരു കാര്യമാണ്. എന്തായാലും ഷീ ജിങ് പിങ് എന്ന് പറയുന്ന വ്യക്തി തന്നെ കണ്ടപ്പോൾ ഭയന്നുപോയി എന്നും ട്രംപ് പറയുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ശക്തനും ജ്ഞാനിയുമായ വ്യക്തിയാണെന്ന് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതിന് പറയുകയാണ് എന്നെ കണ്ടപ്പോൾ കിടുകിട അദ്ദേഹം വിറച്ചു എന്നും ട്രംപ് പറയുന്നത്. എന്നിരുന്നാലും യോഗത്തിനിടെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യോഗത്തിനിടെ ഷീ ജിങ് പിങ്ങിനൊപ്പം വന്ന ആളുകൾ പൂർണ്ണമായും നിശബ്ദത പാലിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രതികരണവും അവരിൽ നിന്ന് തരുന്നില്ല. മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ എനിക്ക് ഉത്തരം തരുമോ? എനിക്കൊരു ഉത്തരവും ലഭിച്ചില്ല. പ്രസിഡന്റ് ഷീ ജിങ് പിങ് അദ്ദേഹത്തെ ഉത്തരം നൽകാൻ അനുവദിച്ചില്ല, അതായത് അവരെ ഉത്തരം നൽകാൻ അനുവദിച്ചില്ല എന്നും ട്രംപ് പറയുന്നു. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ മന്ത്രിസഭയോടുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം വൈസ് പ്രസിഡന്റ് JD വാൻസിനോട് പറഞ്ഞു, എൻ്റെ മന്ത്രിസഭ ഇങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറിക്കൂടാ? അതായത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം വളരെ ഭയചകിതരായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആകണം എൻ്റെ മന്ത്രിസഭയും. എന്നെ കാണുമ്പോൾ നിങ്ങളും കിടുകിടാ വിറയ്ക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. നല്ല ആഗ്രഹമാണ്, ആഗ്രഹിക്കാൻ പ്രത്യേകിച്ച് പണച്ചെലവൊന്നുമില്ല. ട്രംപും ഷീ ജിങ് പിങ്ങും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ച വളരെ വിജയകരമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. അപൂർവ എർത്ത് ലോഹങ്ങളുടെ കയറ്റുമതി അനുവദിക്കാനും US നിന്ന് സോയാബീൻ വാങ്ങാനും ബീജിംഗ് സമ്മതിച്ചതിനാൽ ചൈനയ്ക്കുള്ള തീരുമാനം ഞാൻ കുറയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.